ഇന്ന് കൊല്ലം ജില്ലയിലുള്ളവർക്ക് ആകെ അപമാനകരമാകുന്ന ഒരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കളക്ട്രേറ്റ് 2 ഏക്കറിൽ പരം വരുന്ന സ്ഥലവും കളക്ട്രേറ്റും എല്ലാം കൂടെ ജപ്തി ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വളരെ വർഷങ്ങളായിട്ട് കൊല്ലം കോർപ്പറേഷനുമായിട്ട് നടക്കുന്ന നിയമ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊല്ലം കളക്ടർക്ക് ഇത്തരത്തിലൊരു അപമാനം ഉണ്ടാകുന്ന രീതിയിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കാറ് ജപ്തി ചെയ്യുന്ന നടപടി ഉണ്ടായി. ഇപ്പോൾ കളക്ട്രേറ്റും പരിസരവും എല്ലാം 2 ഏക്കറിൽ പരം വരുന്ന സ്ഥലമാണ് ഇന്ന് ജപ്തി നടപടി നേരിട്ടിരിക്കുന്നത്. അതിന് നമ്മുടെ കൊല്ലം കോർപ്പറേഷനാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം വർഷങ്ങളായിട്ട് ഒത്തീർപ്പ് ആക്കേണ്ട പല കാര്യങ്ങളും സാധാരണക്കാരെ നികുതി പണങ്ങൾ കൊണ്ട് വക്കീലന്മാർക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ അത്തരം നീട്ടിക്കൊണ്ടുപോയി വീണ്ടും 8 കോടിയും അന്ന് തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട കാര്യം 12 കോടി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. അല്ലെങ്കിൽ കളക്ട്രേറ്റ് 2 ഏക്കർ ജപ്തി ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ശ്രീ കളക്ടർ ദേവിദാസിന് അദ്ദേഹത്തിന് നിരന്തര അപമാനമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കൊല്ലം ജില്ലയിലെ കളക്ട്രേറ്റ് 2 ഏക്കറിൽ പരം സ്ഥലവും അതെല്ലാം കൂടെ ജപ്തി നടപടികൾക്ക് വേണ്ടി അങ്ങാണ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് ഈ ജില്ലക്കാർക്ക് തന്നെ ദേവിദാസിന് കഴിഞ്ഞ 2-3 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ കാറ് ജപ്തി നടപടിയിലായി. ഇപ്പം നമ്മുടെ കളക്ട്രേറ്റ് 2 ഏക്കറിൽ പരം ജപ്തി നടപടിയിലേക്ക് ആയിരിക്കണം. എന്താണ് ഇത് ഉണ്ടായ നിയമ നടപടി പ്രശ്നങ്ങൾ എന്താണ്? അതായത് 1 ഏക്കർ 13 സെൻറ്റ് സ്ഥലം ഈ കൊല്ലം കോർപ്പറേഷന് വേണ്ടി കളക്ടർ സർക്കാർ ഏറ്റെടുക്കാനായിട്ട് നടപടി തുടങ്ങി. സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കണമല്ലോ. അങ്ങനെ 1 കോടി 15 ലക്ഷം രൂപ ഒന്ന് കൊടുത്തു. അതായത് 1 ഏക്കർ ചില്ലറ ഉണ്ട്, 1 ഏക്കർ 13 സെൻറ്റോളം ഉണ്ട്. അതിന് 1 ഏക്കർ 1 കോടി 15 ലക്ഷം രൂപ കൊടുത്തു. അത് പോരാന്ന് പറഞ്ഞ് നമ്മൾ കൊല്ലം കോടതിയിൽ റെഫറൻസ് ഫയൽ ചെയ്തു. തുക പോരാണ്, അത് 8 കോടിയോളം കൂട്ടി കിട്ടി. ആ ഉത്തരവിനെതിരെ കൊല്ലം കോർപ്പറേഷന് വേണ്ടി ആയതുകൊണ്ട് കോർപ്പറേഷന് അപ്പീൽ പോയി. പക്ഷേ ഇത് അന്ന് 8 കോടി രൂപ കിട്ടുമ്പോൾ അന്ന് മുനിസിപ്പാലിറ്റി ആയിരുന്നോ കോർപ്പറേഷനായിരുന്നോ? കോർപ്പറേഷൻ ആ തുടക്കം മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ 2003 തുടങ്ങുന്നത്. അപ്പോൾ കോർപ്പറേഷൻ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരല്ലേ? അത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ അന്ന് 8 കോടി രൂപ കൂട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അന്ന് അത് കൂട്ടി കൊടുത്തില്ല. അല്ല, അതിനെതിരെ സർക്കാർ കോർപ്പറേഷൻ അപ്പീൽ പോയി. അല്ല, അന്ന് ആ 8 കോടി രൂപ കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഇത് തീരുമായിരുന്നല്ലോ. അപ്പോൾ അത് തീരാതെ വീണ്ടും കോർപ്പറേഷൻ 8 കോടി കൂടിപ്പോയെന്നും പറഞ്ഞ് വീണ്ടും അവർ കേസുമായിട്ട് പോയി, ഹൈക്കോടതിയിലേക്ക് പോയി. ഞങ്ങൾ ഇത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഞാനും ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ ഹൈക്കോടതിയിൽ അത് 12 കോടി ചില്ലറായിട്ട് വീണ്ടും കൂട്ടിക്കിട്ടി. 12 കോടി എന്ന് വെച്ചാൽ 8 കോടി കൊടുക്കാതെ ഇരുന്ന് വീണ്ടും കേസ് നടത്തിപ്പോയിട്ട് ഹൈക്കോടതി ഇപ്പോൾ ഇത്രയും ദിവസം നിയമ നടപടി കഴിഞ്ഞപ്പോൾ അത് 12.25 കോടിയായി. 12 കോടി ഇത്രയായി. അപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അവർ എന്ത് ചെയ്തു? അതായത് കൊടുക്കാനായിട്ട് ഹൈക്കോടതി വിധിയായി. ഹൈക്കോടതിക്ക് എടുത്തു കൊടുക്കാനുള്ള നടപടി ഇല്ലല്ലോ. അപ്പോൾ ഹൈക്കോടതി അത് വിധിയാക്കുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധി നടത്തിയ ഹർജി ഈ താഴത്തെ കോടതിയിൽ സബ് കോടതിയിൽ ഫയൽ ചെയ്യുന്നു. അരുൺ എം കുരുളയാണ് സബ്ജഡ്ജ്. അദ്ദേഹത്തിന് സർക്കാരിന് സമയം കൊടുത്തു പൈസ കെട്ടിവെക്കാൻ. ഒന്നിൽ അവർ പൈസ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഒരു അപ്പീൽ കൊടുത്ത് സ്റ്റേ വാങ്ങിക്കണം. അപ്പീൽ കൊടുത്ത് സ്റ്റേ വാങ്ങിക്കുകയാണെങ്കിലും പകുതിയെങ്കിലും കെട്ടിവെക്കേണ്ടി വരും. ഇതിനവർ സർക്കാർ ഇതുവരെ ചെയ്തില്ല. ഞങ്ങൾ എക്സിക്യൂഷൻ ഫയൽ ചെയ്തു. അതനുസരിച്ച് കോടതി അവർക്ക് സമയം കൊടുത്തിട്ട് പൈസ കെട്ടിവെക്കാഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെയോ കോർപ്പറേഷൻ്റെയോ ഏത് വസ്തുക്കളും നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ കളക്ട്രേറ്റിൻ്റെ സർവേ നമ്പറും ഡീറ്റെയിൽസാണ് കിട്ടിയത്. അതുകൊണ്ട് കളക്ട്രേറ്റും 2 ഏക്കറും അറ്റാച്ച് ചെയ്തു. അത് അടുത്ത 20-ാം തീയതി വെച്ചിരിക്കുന്നത് എൻകംബർ സർട്ടിഫിക്കറ്റും വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് ഇത് ലേലത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷെ അത്രയും വരെ വരത്തില്ല. അതിനുമുമ്പ് അവർ സർക്കാർ പൈസ കെട്ടി. അപ്പോൾ ഈ ഇത്രയും നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഇത് ആരാണ്? ഈ കോർപ്പറേഷന് വേണ്ടി പ്രത്യേകം വക്കീലന്മാർ വല്ലതും ഉണ്ടോ? അല്ല, കോർപ്പറേഷന് വക്കീലുണ്ട്, സർക്കാരിന് സർക്കാർ വക്കീലും. എന്നാലും ഇത് കോർപ്പറേഷന് പ്രത്യേകം ഈ വക്കീലന്മാരാണോ ഇതിനു വേണ്ടി ഹാജരായത്? അത് കോർപ്പറേഷൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. കോർപ്പറേഷൻ്റെ കേസിൽ കോർപ്പറേഷൻ്റെ അപ്പീൽ തള്ളി. അല്ല, ഇതിപ്പം ഈ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കുന്നത് കോർപ്പറേഷൻ ആണല്ലോ ഫീസ് കൊടുക്കുന്നത്. ഈ കോർപ്പറേഷൻ ഫീസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മേയറുടെയോ ഡെപ്യൂട്ടി മേയറുടെ വീട്ടിലെ പൈസ എടുത്തായിരിക്കത്തില്ല. നമ്മുടെ സാധാരണക്കാരായ ഈ കോർപ്പറേഷൻ ജനങ്ങളുടെ നികുതിപ്പണമാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ നികുതിപ്പണം വക്കീലന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ ഈ മനഃപൂർവ്വം ഇതിൻ്റെ ഒരു സുതാര്യത നോക്കി ഒത്തുതീർപ്പാക്കാതെ വീണ്ടും നീട്ടിക്കൊണ്ട് പോവുകയാണ്. അല്ല
അതായത് വക്കീലിനങ്ങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ കൊടുത്ത കോൺക്രീറ്റ് എവിഡൻസ് ആണ്. അല്ല, വക്കീല് വെച്ച് ബാധിക്കാതെ ഇവർ അന്ന് തന്നെ 8 കോടി രൂപയ്ക്ക് സെറ്റിൽ ആയത് ഇവിടെ. അങ്ങനെ അവർക്ക് വേണേൽ കോർപ്പറേഷന് അപ്പീൽ കൊടുക്കാതെ ഈ പൈസ കൊടുത്തിരുന്നെങ്കിൽ ഈ കേസില്ല, അന്ന് തീർന്നേനെ. അപ്പോൾ അത് അവർ അടയ്ക്കാൻ കെട്ടിവെക്കാഞ്ഞത് കൊണ്ട് ഈ തുക കൂടിയെന്ന് പറഞ്ഞ് കോർപ്പറേഷൻ അപ്പീൽ പോയി, അത് അവരുടെ റൈറ്റ്. ഈ തുക കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് എൻ്റെ കക്ഷി കൊടുത്തത് അത് അവരുടെ റൈറ്റ്. അത് ഹൈക്കോടതി കോർപ്പറേഷൻ്റെ അപ്പീൽ തള്ളിയിട്ട് പറഞ്ഞു നമുക്ക് ഈ പലിശ ഉൾപ്പെടെ വരുമ്പോൾ 12.5 കോടിയോളം വരുന്നുണ്ട് ഏതാണ്ട്. അത്രയും തുക ഈടാക്കാൻ ഹൈക്കോടതി വിധിച്ചു. പക്ഷേ ഹൈക്കോടതിക്ക് മറ്റ് നടപടി എടുക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. അത് നടത്തിയെടുക്കേണ്ട ചുമതല താഴത്തെ കോടതിക്കാണ്. അങ്ങനെ താഴത്തെ കോടതിയിൽ ഞങ്ങൾ EP ഫയൽ ചെയ്തു, എക്സിക്യൂഷൻ പെറ്റീഷൻ എന്ന് പറയും. EP ഫയൽ ചെയ്തു. അത് പ്രകാരം സർക്കാരിന് നോട്ടീസ് പോയി, സർക്കാർ വക്കീലിൽ ഹാജരായി. അതിനുശേഷം അവർ പൈസ കെട്ടിവെച്ചില്ല, എങ്ങൊന്നൊരു സ്റ്റേയും കൊണ്ടുവന്നില്ല. ഒരു കോടതി. അപ്പോൾ ഇത്രയും നാൾ അവർ നിയമ നടപടി നടന്നപ്പോൾ 8 കോടിക്ക് തീരേണ്ടത് ഇപ്പോൾ 12 കോടി ആവുകയും ചെയ്തു. അത്രയും നാൾ വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ല, കോർപ്പറേഷൻ ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ ഈ പൈസ കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ സർക്കാരിന് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ സർക്കാരിനും ഈ പൈസ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ എൻ്റെ അറിവിൽ മറ്റൊരു കൊല്ലത്ത് ബീച്ചിൽ മഹാത്മാഗാന്ധി പാർക്ക് ഒരു ആൾ റെൻറ്റിനെടുത്തിട്ട് അതവർക്ക് ചെയ്യാൻ പറ്റാതെ ചൈനയിൽ നിന്ന് സാധനം വരാൻ താമസിച്ചപ്പോൾ വീണ്ടും അവർ പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട, തിരിച്ചാ പൈസ, ഞങ്ങൾ തന്ന പൈസ തിരിച്ചു താ, ഞങ്ങൾ മാറിപ്പോകാമെന്ന് പറയാതെ ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതേ കണക്ക് ഓരോ കാര്യങ്ങളും യുക്തിപരമായിട്ട് അവർ തീരുമാനമെടുക്കാതെ ജനങ്ങളുടെ നികുതി പണം ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ഫാക്ട്സ് എനിക്ക് അറിയത്തില്ല. താങ്കളുടെ കേസ് മറ്റൊന്നായതുകൊണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നിരപരാധിയായ കളക്ടറും അദ്ദേഹം അതിന് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പല വീഴ്ചകളാണ് ഇത്തരം നിയമ നടപടികൾ നേരിടേണ്ടി വന്ന് അദ്ദേഹത്തിന് അപമാനമാകും, കൊല്ലം ജില്ലക്കാർക്ക് തന്നെ ഒരു അപമാനമുണ്ടാകുന്ന രീതിയാണ് ഇത്. നമ്മുടെ സാധാരണക്കാരൻ നികുതിപ്പണം കൊണ്ട് കേസ് നടത്തിക്കൊണ്ടു പോകുന്നതിനുണ്ടാകുന്ന ഒരു വീഴ്ചയാണ്. അത് അന്ന് ഒത്തുതീർപ്പാക്കി അത് നിയമ നടപടികൾ നേരിട്ട് അല്ലെങ്കിൽ അന്നത് ഒത്തുതീർപ്പാക്കിയായിരുന്നെങ്കിൽ ഇത്രയും പൈസ നഷ്ടപ്പെടത്തില്ലായിരുന്നു. എന്തായാലും വാദിഭാഗത്തിന് വേണ്ടി വായിച്ച ചിറ്റയം സതീഷ് കുമാറിൻ്റെ നിയമപരമായ പോരാട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടുന്ന പൈസ കൊടുത്ത് അതിൻ്റെ ഉത്തരവ് നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എന്തായാലും കളക്ടറേറ്റ് ജപ്തി ചെയ്യത്തില്ല എന്നാണ്. അതിൻ്റെ നിയമ നടപടികൾ ഇനിയും നടക്കും. പക്ഷേ ഇന്നത്തെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.